പുതുതായിട്ട് ടാറിങ് ചെയ്ത ഭാഗം. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെട്ടിച്ചിറ ഭാഗത്താണ്. വെട്ടിച്ചിറ ടോൾ പ്ലാസന്റെ അടുത്താണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ ഇന്ന് വട്ടപ്പാറ ഭാഗത്തേക്കാണ് പോകുന്നത്. വട്ടപ്പാറ ഭാഗത്തൊക്കെ മെറ്റൽ മിക്സ് ചെയ്ത ഭാഗത്തൊക്കെ ടാറിങ് നടക്കുന്നുണ്ട്. ടാറിങ് നടക്കുന്ന വർക്കുകൾ കാണുന്നുണ്ട്. അതിൻ്റെ മുൻഭാഗത്തായി വരുന്ന കഞ്ഞിപ്പുര കരിപ്പോൾ ഭാഗത്ത് പുതുതായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ കാഴ്ചകളും ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വിശദമായ ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഭാഗത്ത് വന്നിട്ടുള്ള ടോൾ പ്ലാസന്റെ അടുത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഒരു പുതിയൊരു പോസ്റ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് വാഹനങ്ങളുടെ ഹൈറ്റ് കണക്കാക്കാനുള്ള ഒരു പോസ്റ്റാണ്. ഇതിന്റെ മുകളിൽ വാഹനങ്ങളൊക്കെ ലോഡ് കൂടുതലായിട്ടുള്ള വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ആ ടോളിൽ തട്ടാതിരിക്കാനുള്ള ഒരു പോസ്റ്റ് കൊടുത്ത് കാണാം നമുക്ക് ഇവിടെ പുതുതായിട്ട്. ഇവിടെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഉള്ളത്. കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. ഈ ഭാഗത്ത് ലൈൻ മാർക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. സിഗ്നലുകളൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ടെസ്റ്റിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ തന്നെ കാണിച്ചിരുന്നു. ഇവിടെ പെയിന്റിംഗ് ആണ് ഇപ്പോൾ പുതുതായിട്ട് കാണുന്നത്. ഇവിടെ സേഫ്റ്റിക്കുള്ള ഒരു ഫില്ലറുകളൊക്കെ കൊടുത്ത് കാണാം. സേഫ്റ്റി ആയിട്ട് ഫില്ലറിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കൊടുത്തതാണ്. വാഹനങ്ങൾ വന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്ത ഒരു ഇരുമ്പിൻ്റെ ഒരു ഗർഡർ പോലെയുള്ള ഒരു സംഭവങ്ങൾ അവിടെയും കാണാം. ആ ഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുൾ വർക്കുകൾ ഇവിടെ ടോൾ പ്ലാസന്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പൈസ കൊടുത്താൽ മാത്രം മതിയാവും. നമ്മൾ റെഡി ആയാൽ മതി. ഇവിടെയും ഇതുപോലുള്ള ഒരു പോസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. ഫുൾ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ലൈൻ മാർക്കിംഗ് ഒക്കെ ഫുള്ളായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് തുറന്നു കൊടുത്ത് ടോള് ചെക്കിങ് നടക്കാൻ മാത്രമാണുള്ളത്. ടോളിൻ്റെ മെഷീനറി വർക്കിംഗ് ഒക്കെ അങ്ങനെയുള്ള ചെക്കിങ് മാത്രമാണ് നടക്കാനുള്ളത്. ചെക്കിങ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെല്ലാം റെഡിയാണ്. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കാൻ ഇനി റെഡി ആയിരുന്നോളൂ. അപ്പോൾ നമുക്കിനി ടോൾ പ്ലാസ കഴിഞ്ഞ് വരുന്ന കഞ്ഞിപ്പുര കരിപ്പോൾ ഭാഗത്തൊക്കെയാണ് വർക്കുകൾ പുതുതായിട്ട് എന്തൊക്കെയാണെന്ന് കുറച്ച് പേരുകൾ എന്തായിരുന്നെന്ന് മെസ്സേജിലൂടെ ഒക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങോട്ടാണ് ഇനി പോകാനുള്ളത്. ആ ഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തൊക്കെ കുറേ വർക്കുകൾ ബാക്കി നമ്മൾ കാണിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. വട്ടപ്പാറ ഭാഗത്ത് ടാറിങ് നടക്കുന്നുണ്ട്. അതാണ് മറ്റൊരു പുതിയൊരു കാഴ്ച. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. എല്ലാവിധ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ഇങ്ങനെ സെൻറ്ററിൽ വരുന്ന ഒരു ക്രാഷ് ബാരിയറുകൾ വെക്കുന്ന വർക്കുകളാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ക്രാഷ് ബാരിയർ റെഡിമെയ്ഡുകൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ ജോയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പിന്നെ ഇവരെ ഓഫീസ് കാര്യങ്ങളും ഒക്കെ ഫുൾ സെറ്റാണ്. ഫുള്ളായിട്ട് എല്ലാ വർക്കുകളും ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഞ്ഞിപ്പുര കരിപ്പോൾ ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കരിപ്പോൾ ഭാഗത്തേക്ക് കുറച്ച് സ്ഥിരം പ്രേക്ഷകർ പറഞ്ഞിരുന്നു ഇവിടെ ഒന്നും കാണിച്ചിട്ടില്ല എന്ന്. ഇവിടെ എന്തോ ഒരു ക്യാമറൻ്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഒരു സെൻസറാണ് തോന്നുന്നത്. കാണാം നമുക്ക്. ഇങ്ങനെ ഇവിടെ കുറേ ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വർക്കേഴ്സിനുള്ളതായിരിക്കാം. ഇവിടെ കണ്ടില്ലേ, ഒരു സെൻസറാണ് ഇത്. ഒരു 2 എണ്ണം കാണുന്നുണ്ട്. 2 ഒരു ഫ്ലൈറ്റുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. എന്താണ് കറക്റ്റ് എനിക്കറിയില്ല. ഇതാണ് കരിപ്പോൾ ഭാഗത്താണ് വന്നിട്ടുള്ളത്. കരിപ്പോൾ ഭാഗത്ത് ഇവിടെ കുറേ ഭാഗത്ത് ഇനിയും ഇങ്ങനെ പാറൻ്റെ ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അതിന് വേണ്ടിയുള്ള നെറ്റുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കാണാം. നെറ്റുകളൊക്കെ ഇവിടെ കുറേ ഭാഗത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ വട്ടപ്പാറ ഭാഗത്തും ഇങ്ങനെ ആയിരിക്കും. കുറേ ഭാഗത്ത് ഇങ്ങനെ മണ്ണ് ചാടിയ പോലെ ഇങ്ങനെ പാറകളൊക്കെ ഉള്ള ഭാഗങ്ങളുണ്ട്. എന്താണ് നോക്കി, ഇത് എന്താണല്ലേ കണ്ടില്ലേ, വളരെ സ്ട്രോങ് ആയ പാറയിലാണ് ഇങ്ങനെ കമ്പികളെ അടിച്ച് കയറ്റിയിട്ടുള്ളത്. കാരണം നമുക്ക് ഇത്രയും നല്ല സ്ട്രോങ് ആയ പാറയിൽ കമ്പികൾ അടിച്ച് കയറ്റിയതിന് ശേഷം ഇവർ ഇങ്ങനെ നെറ്റുകൾ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് ഇത്രയും നല്ല രീതിയിൽ ഇവരിത് ചെയ്തു എന്ന് അറിയില്ല. കാണുമ്പോൾ തന്നെ ഒരു ഇത് തോന്നുന്നുണ്ട്. അപ്പം ഇത്രയും വലിയ പാറമ്മൽ ഇങ്ങനെ ഒരുപാട് ഭാഗത്ത് ഇങ്ങനെ നെറ്റുകൾ കമ്പി അടിച്ച് കയറ്റിയതിന് ശേഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് കാണാം നമുക്ക്.
ഈ ഭാഗത്ത് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഈ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല, വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഈ ഭാഗത്ത് ഇവിടെ തന്നെ ഇനി ഡ്രൈനേജിൻ്റെ വർക്ക് ആ ഓവർപാസിൻ്റെ അങ്ങോട്ട് പോകുന്നോട്ട് ഭാഗത്ത് ഇനിയും വരാനുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ. ഇവിടെ കുറച്ച് ഭാഗത്ത് ജോയിൻറ്റിങ് വർക്കുകളുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് നോക്കാം. മണ്ണെടുത്ത് മാറ്റാനുണ്ട്, മണ്ണ് എടുത്ത് മാറ്റിയിട്ടില്ല, മണ്ണെടുത്ത് മാറ്റാനുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഭാഗത്തുനിന്ന് താഴോട്ട് തട്ടിവിട്ട മണ്ണുകളൊക്കെ ഉണ്ട് കുറേ ഭാഗത്ത്, അതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കരിപ്പോള് ഭാഗത്ത് വരുന്നത്. കഞ്ഞിപ്പുര ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ജോയിൻറ്റിങ് ചെയ്ത് കാണാം, നമുക്ക് സിമെൻറ്റ് കൊണ്ട് ജോയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആ മുൻഭാഗത്ത് ആ ഭാഗത്ത് ചെയ്യുന്നുണ്ട്, ആ ഭാഗത്തൊക്കെ ജോയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ബോർഡ് കാണാം, ഫ്രീ പ്ലാസ 500 മീറ്ററിന്. ഇനിയാണ് നമുക്ക് വട്ടപ്പാറ ഭാഗത്തേക്കാണ് പോകാനുള്ളത്. വട്ടപ്പാറ ഭാഗത്ത് ടാറിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ടാറിങ് കഴിഞ്ഞു, ഫസ്റ്റ് കോട്ട് ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വരുമ്പോൾ ഇവിടെ റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന അടുത്ത ഭാഗത്തേക്കനെ ഇങ്ങനെയാണ് കാണുന്നത്. ഡ്രൈനേജാണ്, ഡ്രൈനേജിൽ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് എവിടെ നിന്നുള്ള വെള്ളമാണ്, പാറൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് അറിയില്ല, കാണുന്നില്ല. വെള്ളമൊക്കെ ഒഴുകി പോകുന്നുണ്ട്. അങ്ങനെ ഡ്രൈനേജിൻ്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗം അവിടം വരെയൊക്കെ ആയിട്ടുണ്ട്, ഇനി വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഉള്ളത്. ഒരുപക്ഷെ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതൽ ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ 3 ഭാഗത്തുള്ള കാഴ്ചകൾ ഒറ്റ വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. ഇവിടെയൊക്കെ വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള ഹോളുകൾ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള വേസ്റ്റുകൾ മണ്ണുകളൊക്കെ ഇവിടുന്ന് നീക്കുന്നുണ്ട്, അത് നീക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ വർക്കുകളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അവിടുന്ന് അങ്ങോട്ട് കഞ്ഞിപ്പുര വരുന്ന അണ്ടർപാസിൻ്റെ മുകളിലൂടെ വരുന്ന ഭാഗത്തൊക്കെ ലൈൻ മാർക്കിങ് കഴിഞ്ഞ് ഫുൾ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ടൊന്നും വർക്കുകൾ കൂടുതലായിട്ടില്ല. ആ സൈഡിൽ വരുന്ന ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ മാത്രമാണ്. അതുപോലെ ഈ ഭാഗത്ത് കണ്ടില്ല, ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്ത പോലെ അവിടെയും കുറച്ച് ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. അവിടെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള പഴയ വേസ്റ്റ് മണ്ണുകളൊക്കെ തട്ടിയിടുന്നതാണ് ഇത് ഈ താഴെ കാണുന്നത്. അങ്ങനെയുള്ള മണ്ണുകളൊക്കെ എടുത്തു കൊണ്ടുപോകാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകൾ മാത്രമാണ് ഇവിടെ ഇനി ബാക്കിയുള്ളത്. പിന്നെ ഇവിടെ കാണാൻ നമുക്ക് ക്രഷ് ബാരിയറുകളൊക്കെ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജോയിൻറ്റ് ചെയ്ത ഈ ഭാഗത്ത് കാണുന്ന ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടല്ലോ, ഈ ഗ്യാപ്പുകളത്തെ മണ്ണുകൾ വേസ്റ്റ് ഒക്കെ എടുത്തു മാറ്റിയതിന് ശേഷം ഈ ഭാഗത്തുകൂടെ ടാറിങ് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ക്രഷ് ബാരിയറിന് പെയിൻറ്റിങ്, അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് വേഗം വട്ടപ്പാറ ഭാഗത്തേക്ക് പോകാം. വട്ടപ്പാറ ഭാഗത്ത് പുതുതായിട്ട് വീണ്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ടാറിങ് മാത്രമല്ല, കുറേ ഭാഗത്ത് മണ്ണെടുത്ത് നീക്കാൻ ഉള്ള വർക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. അപ്പോൾ അവിടത്തേക്ക് എന്തായിന്ന് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കരിപ്പോള് വന്നിട്ടുള്ള ഓവർപാസിൻ്റെ വർക്കൊക്കെ എന്നോ കഴിഞ്ഞിട്ടുണ്ട്, കുറേ മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ട് വണ്ടികൾ മുകളിലൂടെ ഒക്കെ പോകുന്നുണ്ട്. ഓവർപാസിന് പെയിൻറ്റിങ് ബാക്കിയുണ്ട് കേട്ടോ, പെയിൻറ്റിങ് ഉണ്ട്, ഫിനിഷിങ് വർക്കുകളൊക്കെ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനി ഒരുപാടുണ്ട്. ഇവിടെ വർക്കിൻ്റെ ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കാണാം. കുറച്ച് ഭാഗത്ത് ടാർ ചെയ്തിട്ടില്ല. ഈ ഫില്ലർ വരുന്ന ടോൾ പ്ലാസൻ്റെ ബോർഡൊക്കെ കൊടുത്ത ഈ ഭാഗത്ത്, അത് ഈ സൈഡിലുള്ള വർക്ക് ചെയ്യുന്ന സമയത്ത് ശരിയാക്കുമായിരിക്കാം. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, വട്ടപ്പാറ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലെത്തിയിട്ടുണ്ട് നമ്മൾ. ഇവിടെ കാണാം ഫുൾ വർക്കുകൾ കഴിഞ്ഞ് അടിപൊളിയായിട്ട് റോഡ് കാണാം. നമുക്ക് ഇവിടുന്ന് ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്, ക്രാഷ് ബാരിയറിന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റിൻ്റെ കാലുകൾ വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക് വന്നാണ്. ഇവിടെ കാണാൻ നമുക്ക് ഒരു പുതിയൊരു പമ്പൊക്കെ വന്നിട്ടുണ്ട്. വട്ടപ്പാറ ഭാഗത്തേനെ പുതിയൊരു പമ്പൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോയാലാണ് നമ്മുടെ വട്ടപ്പാറ മണ്ണെടുക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിച്ചിരുന്ന ഭാഗങ്ങൾ, അവിടേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഇത്രയും വലിയൊരു ഹൈവേ ആണെന്ന് പറഞ്ഞിട്ടും ഈ ഹൈവേൻ്റെ ഭാഗത്ത് ഒരു വലിയ നമ്മുടെ ഇവരെ വർക്കിൻ്റെ ഇതിനെ ഉപയോഗിക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടി പോലും തിരിക്കാനുള്ളൊരു വീതിയും വലിപ്പമൊന്നും ഇല്ല. നമ്മൾ വലിയ സംഭവമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഹൈവേ
അത്രയൊന്നും വീതിയും വലിപ്പമൊന്നും നമുക്ക് വേണ്ടത്ര ഇപ്പോഴും ആയിട്ടില്ല എന്ന് വേണം പറയാം. ഹൈവേൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ 45 മീറ്റർ മതി പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കിയ ആൾക്കാരാണ്. 60 മീറ്ററാണ് ശരിക്കും ഹൈവേ വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആളുകൾക്ക് ഈ വീതിയും വലിപ്പമൊന്നും പോരാന്നുള്ള ഒരു അവസ്ഥ ആയിട്ടുണ്ട്. വാഹനങ്ങൾ പോകുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ ഹൈവേ വരുന്ന സമയത്ത് നമ്മൾ കുറേ പേര് സമരമൊക്കെ ചെയ്തത് ഹൈവേ വരരുത് പറഞ്ഞാണ്ട്. ഇപ്പം ഹൈവേ വന്നു, ഹൈവേൻ്റെ വർക്കുകൾ നടക്കുന്നു, അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറേ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ അറിയാം, കുറേ ആളുകൾക്ക് ഹൈവേൻ്റെ വലിപ്പം പോരാന്നാണ്. ശരിക്കും 60 മീറ്ററിലായിരുന്നു ഹൈവേ വരേണ്ടത്, അത് 45 മീറ്ററായിട്ട് കുറച്ചത് നമ്മൾ തന്നെയാണ് സമരമൊക്കെ ചെയ്ത്. ഇപ്പം അത് പോരാന്നാണ് എല്ലാവർക്കും അഭിപ്രായം. നമ്മുടെ പൊതുവേ ഉള്ളൊരു മലയാളികളുടെ അഭിപ്രായം എന്താ പറഞ്ഞാൽ, എല്ലാ കാര്യങ്ങൾക്കും ആദ്യം എതിർക്കുകയും പിന്നീട് വന്നതിന് ശേഷമായിരിക്കും നമ്മൾ അതിനെ പറ്റിയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ പറയുക. കുറേ പേരുടെ സ്ഥലം കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് പൈസ കിട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ കുറേ പേര് വീണ്ടും സ്ഥലങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ സ്ഥലം പോയില്ല എന്നുള്ള എടുത്തില്ല എന്നുള്ളൊരു പരാതിയാണ് കുറേ പേർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അതിന് പൈസയൊക്കെ കിട്ടി തുടങ്ങിയ സമയത്ത് അങ്ങനെയായിരുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ വാഹനങ്ങൾ ഇറങ്ങുകയും പുതിയ വാഹനങ്ങൾ ദിവസം ഇറങ്ങിയിട്ട് വാഹന ഗതാഗതം കൂടുതൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്, വാഹനങ്ങൾ കൂടുതലായിട്ട്. എന്നിട്ടും നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഇപ്പോഴും ചിന്തിക്കണില്ല. 45 മീറ്റർ തന്നെ ഇപ്പോഴും ഈ റോട്ടിലേക്ക് അത്രത്തോളം വാഹനങ്ങൾ ബ്ലോക്കാണ് ഉണ്ടാവുന്നത്. ഇതൊന്നും പോരാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളിവിടുന്ന് കണ്ടൊരു അഭിപ്രായത്തിൽ തന്നെ പുതിയ ഹൈവേ വന്നാലും വേണ്ടത്ര ഒരു പ്രയോജനം നമുക്ക് കിട്ടും തോന്നില്ല. പെട്ടെന്ന് നമുക്ക് ഇത് ബ്ലോക്കും തിരക്കൊക്കെ കൂടാൻ സാധ്യത ഉണ്ട്. കുറച്ച് പേര് ചോദിച്ചിരുന്ന് വട്ടപ്പാറ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉണ്ടോ, അതിൽ തന്നെയല്ലേ വാഹനങ്ങൾ നേരെ ഹൈവേൻ്റെ ഉള്ളിൽ കൂടെ തന്നെയല്ലേ കടന്നു പോകുന്നത്. ഈ ഭാഗത്ത് നമ്മൾ വരുന്ന ഈ ഭാഗത്ത് സർവീസ് റോഡ് ഉള്ളത് ഞാൻ കാണിച്ചിരുന്നത് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുകയാണ്. ഈ ഭാഗത്തൊരു സർവീസ് റോഡുണ്ട്. ഈ സർവീസ് റോഡാണ് ഇങ്ങനെ ഈ ഭാഗത്തൂടെ തന്നെ കടന്നു പോകുന്നത്. അതിൻ്റെ വർക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ക്രാഷ് ബാരിയറും കോൺക്രീറ്റ് വാളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതാണ് ഈ കാണുന്ന വഴി. നമുക്ക് കാണാം ഈ സൈഡിൽ കുറച്ച് ലെവൽ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. വർക്ക് സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് മാത്രമാണ് ഈ സൈഡിൽ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള വർക്കുകൾ ഇനിയും ഒരുപാട് വരാനുണ്ട്. ഈ ഭാഗത്ത് കാണാം നമുക്ക് കോൺക്രീറ്റ് വാള് ചെയ്ത് ഈ സൈഡിൽ തന്നെ ക്രാഷ് ബാരിയറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് നേരെ നമ്മുടെ കോൺക്രീറ്റ് വാള് മുന്നോട്ട് പോയിട്ട് പാലം അവസാനിക്കുന്ന അല്ലെങ്കിൽ പാലം തുടങ്ങുന്ന ഭാഗത്ത് ആ ഭാഗത്ത് വരെ ആയിരിക്കും കോൺക്രീറ്റ് വാള്. ഈ സൈഡിൽ ഒരു കുന്നാണെന്ന് നമുക്ക് കണ്ടിട്ട് അറിയാം. ആ ഭാഗത്ത് നേരെ ഹൈവേൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗത്തൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കോൺക്രീറ്റ് വാള് കാണാം നമുക്ക്. കോൺക്രീറ്റ് വാള്, ഈ കോൺക്രീറ്റ് വാളാണ് നീണ്ട് ഈ സൈഡിലൂടെ ഇങ്ങനെ അങ്ങോട്ട് പോകാനുള്ളത്. അപ്പോൾ ഈ സൈഡിലെ സേഫ്റ്റി വാള് കൂടെ ആയി മാറുന്നത്. അങ്ങനെയാണ് ഇവിടെ സർവീസ് റോഡ് കെട്ടുക. ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ടാറിങ് കഴിഞ്ഞത്. നമ്മുടെ വട്ടപ്പാറ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞ ഭാഗമാണത്. ഇത്രയും ഭാഗത്ത് ആ ഭാഗത്ത് മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത ഭാഗത്ത് അവിടെയും ടാറിങ് കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ വന്ന സമയം വെയിൽ പോയി, അതുകൊണ്ട് ക്ലിയർ കുറവായിട്ടുണ്ട്. കഴിഞ്ഞ് ഭാഗത്തോടെ ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ടാണ്. കുറേ പേര് വണ്ടിയൊക്കെ ആയിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇനിയും കുറച്ച് ഭാഗത്തൊക്കെ പാറ എടുക്കാനുണ്ട് കേട്ടോ. പാറ എടുക്കുന്ന വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പായിട്ട് വന്ന ആളുകൾ അവിടെ പാറ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അവരാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഇവിടെ മണ്ണ് എടുക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ പുതുതായിട്ട് ടാറിങ് ചെയ്ത ഭാഗം. ഇവിടെയൊക്കെ നമ്മൾ മെറ്റൽ മിക്സ് ചെയ്ത സമയത്ത് കാണിച്ചിരുന്നേ. ഇതാണ് ആ ഭാഗം മുഴുവനായിട്ടും ഇവർ ടാറിങ് ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് കൂടി നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒഴിവാക്കിയതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഈ ഭാഗം മുഴുവനായിട്ടും ഒൺ സൈഡ് ടാർ ചെയ്ത പോലെ ആവും. അപ്പോൾ ഇത് ഒരു സൈഡിൽ ടാറിങ് ചെയ്തു എന്ന് പറയാം. ഇനി ഈ ഭാഗത്താണ് ടാറിങ് ചെയ്യാനുള്ളത്. മറ്റ് വർക്കുകളൊക്കെ ഇവിടെയൊക്കെ മണ്ണായിട്ടുണ്ട്. മൺഭാഗമാണ്. ഇവിടുന്ന് മുകളിൽ നിന്ന് വരുന്ന ഭാഗത്ത് സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകളാണ് ഇനി നടക്കാനുള്ളത്. ഇതാണ് സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇത്രയും ഭാഗത്ത്
അപ്പോൾ നമ്മൾ അവിടുന്ന് ആ ഭാഗത്ത് കണ്ടിരുന്നു കോൺക്രീറ്റിൻ്റെ വാള് വരുന്നത്. ഇവിടെ നിന്നുള്ള വർക്കുകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ കോൺക്രീറ്റ് വാള് താഴ്ഭാഗത്തു നിന്ന് കെട്ടിക്കൊണ്ടുവരുമെന്നാണ് പറഞ്ഞു കേട്ട്. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത്. അപ്പോൾ ഇവർ ഇതിൻ്റെ മുൻഭാഗത്തൊക്കെ പെട്ടെന്ന് ഇവർ കഴിഞ്ഞ ഭാഗത്തൊക്കെ ഇവർ ടാറിങ് ഒക്കെ ചെയ്തു. ഇനി വളരെ വേഗത്തിലുള്ള വർക്കുകളാണ് നടക്കുന്നത്. കഴിയുന്ന എത്രയും ഭാഗത്ത് ടാറിങ് ചെയ്ത ഭാഗത്ത് ഉടൻ തന്നെ തുറന്നു കൊടുക്കലാണ്. ഇവിടെ അങ്ങനെ ചെയ്യുമോയെന്ന് അറിയില്ല. അവിടെയൊക്കെ പോയി ഇനിയും മണ്ണെടുക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ ആ ഭാഗത്ത് സർവീസ് റോഡ് ഇല്ല എന്നാണ് ഒരു അറിവ്. കാരണം ആ ഭാഗത്ത് നമ്മുടെ പഴയ ഹൈവേ ഉണ്ട്, ആ സൈഡിലൂടെ അവിടെയാണ് അതിൻ്റെ സർവീസ് റോഡിൻ്റെ തുടക്കം അവസാനിക്കുന്ന ഭാഗം. അവിടുന്ന് അതിലൂടെ കടന്നു പോകാൻ പറ്റും. ഈ സൈഡിലുള്ള സർവീസ് റോഡാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വട്ടപ്പാറയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറേ മാറ്റങ്ങൾ. കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്നതിന് ശേഷം വന്ന് ഒരു 3 ദിവസമായിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇവരിവിടെ ടാറിങ് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വണ്ടി ഇതാണ്. ഈ വണ്ടി പോലും ഈ പുതിയ ഹൈവേയിൽ തിരിക്കാനുള്ള വലുപ്പമില്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ കുറേ പേര് വിചാരിക്കുന്നത് വലിയ ഹൈവേ വന്നു എന്നാണ്. ഈ ഹൈവേ ഒന്നും പോരാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറേ പേര് സംസാരിച്ചതിൽ നിന്ന് കിട്ടിയത്. വാഹനങ്ങൾ അത്രയും കൂടുതലായിട്ടുണ്ട്. 40 വർഷം മുന്നേ പ്ലാൻ ചെയ്തതായതുകൊണ്ട് ഇപ്പോൾ 120 മീറ്ററിൽ ഹൈവേ എടുത്താലും സത്യം പറഞ്ഞാൽ തികയുമെന്ന് തോന്നുന്നില്ല. അത്രത്തോളം വാഹനങ്ങൾ ഓരോ ദിവസം പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെല്ലാം കുറേ ബാക്കിലോട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്കൊരു രസം കാണിച്ചു തരാം. ഇവിടെ ഇത്രയും വലിയ രീതിയിൽ വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പ്രവേശനമില്ല, വാഹനങ്ങൾ പോകാൻ പാടില്ല, ഇങ്ങോട്ട് തിരിച്ചു പോകണം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഈ റോട്ടിലൂടെ നമ്മളിപ്പോൾ കാണിച്ച അങ്ങോട്ട് ഒരുപാട് വണ്ടികൾ പോയിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വരികയാണ്. ഇത്രയും ബുദ്ധിയില്ലാത്ത ആളുകളായി പോയല്ലോ നമ്മളെ ആളുകൾ. ഇത്രയും വാഹനങ്ങൾ ഇതിൽ കടന്നു പോകുന്നുണ്ട്. അതൊന്നും നോക്കാതെ ഈ ലൈനിൽ അവിടെ പോയിട്ട് ഇതിലങ്ങോട്ട് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണ കുറേ പൊട്ടന്മാരായ ആൾക്കാർ. ഇത്രയും വലിയൊരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ട്. നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. മെറ്റൽ മിക്സ് ചെയ്ത് ടാറിങ് കഴിഞ്ഞ് ഈ ഭാഗത്തേക്കുള്ള ഒന്ന് കാണാൻ വന്നതാണ്. ഇതാണ് ഇവിടെ നിന്നുള്ള പുതിയൊരു കാഴ്ച. ഇവിടെ ടാറിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മഴ പെയ്തൊക്കെയാണ് തോന്നുന്നത്. ഈ ഭാഗത്തൊക്കെ മണ്ണും ചെളിയൊക്കെ ഒഴുകിപ്പോയതായിട്ട് കാണുന്നുണ്ട്. ആ ഭാഗത്താണ് ഇപ്പോൾ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞത് കാണാം. 3 ലൈനിൻ്റെ വീതിയിൽ ആയിട്ടില്ല എന്ന് വേണേൽ പറയാം. കുറച്ചും കൂടെ ഈ ഭാഗത്തുനിന്ന് ടാർ ചെയ്യണം, എന്നാലാണ് കറക്റ്റ് ആവുള്ളൂ തോന്നുന്നത്. ഏകദേശമൊക്കെ ആയിട്ടുള്ളൂ. ഈ ഭാഗത്താണ് ഇനി ഇങ്ങനെയുള്ള ഭാഗത്ത് ഇനി കോൺക്രീറ്റ് വാളായിരിക്കും എന്നാണ് തോന്നുന്നത്. അവിടെ സ്റ്റാർട്ട് ചെയ്തത് നോക്കുമ്പോൾ ആ ഭാഗത്ത് കോൺക്രീറ്റ് വാളാണ് കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഭാഗത്തും കോൺക്രീറ്റ് വാൾ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പം നമ്മൾ മുകൾ ഭാഗത്താണ് നേരത്തെ കാണിച്ചത്. താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നല്ല സ്ട്രോങ് വെയിലാണ്. കണ്ടുകൊള്ളൂ, വട്ടപ്പാറയാണ് സുഹൃത്തുക്കളെ. വട്ടപ്പാറ ഇങ്ങനെ ആയിപ്പോൾ പുതിയ മാറ്റമാണ് വന്നിട്ടുള്ളത്. ടാറിങ് ചെയ്തു. കുറച്ച് ഭാഗത്ത് ഇനി മണ്ണെടുക്കുന്നുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് കല്ല് എടുക്കുന്നുണ്ട്, പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കരിങ്കല്ല് പൊട്ടിച്ചെടുക്കുന്ന വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ മുകളിൽ ഒരാളുണ്ട്. പ്രശ്നമാവോ ഇവിടെ നിന്നാൽ? ഇവിടെയാണ് പാറ പൊട്ടിച്ചെടുക്കുന്നത്. ഈ പാറയും കൂടെ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവരിത് പൊട്ടിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത്. അതിനുള്ള കറണ്ടിൻ്റെ എന്തോ കൊടുക്കാനുള്ളതാണ്. വയറുകളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികം വൈകാതെ തന്നെ ഈ വർക്കും ഇവിടെ കഴിയും. ആ മുകൾ ഭാഗത്തുള്ള മണ്ണ് നീക്കിയതാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി ടാറിങ് ചെയ്യാനുള്ളത്.
ഇവിടുന്ന് അത്രയും ഭാഗത്ത് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡിലും ഇനി ടാറിങ് നടക്കാനുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇനി മാത്രമാണ് ഇനി നമ്മുടെ മലപ്പുറം ജില്ലയിൽ വർക്കുകൾ. കുറ്റിപ്പുറം ഭാഗത്തുണ്ട്, അതുപോലെ കോട്ടക്കൽ ഭാഗത്തും വളരെ കുറച്ച് മാത്രമാണ് ഇനിയുള്ളത്. നമ്മൾ ആ വഴിയാണ് വന്നത്, അവിടെ വളരെ കുറച്ചാണ്. ഇനി അടുത്ത വീഡിയോ നമുക്ക് അവിടെ ചെയ്യാം. പിന്നെ കൊളപ്പുറം കൂരിയാടിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമുക്ക് കുറ്റിപ്പുറം ഭാഗത്തും കോട്ടക്കൽ ഭാഗത്തൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.